യെസ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളിന്ന് കൂടിയിരിക്കുന്നത് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിന്റെ ഒരു ഓറിയന്റേഷൻ ഡിസ്കസ് ചെയ്യാനാണ്. എങ്ങനെയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ലോങ് ടേം ബാച്ച് നമ്മൾ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബാച്ചിൽ നമ്മൾ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക, എങ്ങനെയായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ യുണീക്ക് ആയിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, എല്ലാവർക്കും ഓഡിയോ ക്ലാരിറ്റി ഓക്കെ ആണല്ലോ? ഓഡിയോ ആൻഡ് വീഡിയോ ക്ലാരിറ്റി ഒക്കെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ എല്ലാവരുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഈ പരീക്ഷകൾ നടക്കും എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിളിക്കോ, കമ്പനി ബോർഡ് വിളിക്കോ, KAC വിളിക്കോ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. സംശയിക്കുന്നവരുണ്ടെങ്കിൽ പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: വിളിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും അധികം. എന്തുകൊണ്ടാ? കാരണം എലക്ഷൻസ് വരാൻ പോകണം. ഒന്നാമത്തെ കാര്യം, അസംബ്ലി ഇലക്ഷൻസ് വരാൻ പോവാണ്. ഡിഗ്രി ലെവൽ നല്ല റിക്രൂട്ട്മെന്റ് നടത്തിയെങ്കിൽ മാത്രമേ ഏത് പാർട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഗവൺമെന്റിനാണെങ്കിലും അതൊരു വലിയൊരു ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗം തന്നെയാണത്. ഏത് ഗവൺമെന്റ് ഏത് പാർട്ടി വന്നാലുള്ള സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റും ആ സമയത്ത് ബൂം ചെയ്യും. ഇത് മാത്രമല്ല, സോ ഇലക്ഷന്റെ സമയത്ത് പൊതുവെ വെൽഫെയർ ആക്ടിവിറ്റീസ് കൂടും, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് കൂടും, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ആ സമയത്ത് സ്കൈറോക്ക് ചെയ്യും. സോ എല്ലാ മേഖലയിലും നല്ലൊരു സമയമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോവാം. സോ 2024 അവസാനത്തോടെയെങ്കിലും നോട്ടിഫിക്കേഷൻ ഇട്ടെങ്കിലേ കാലാവധി തീരുന്നതനുസരിച്ചിട്ട് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പുതിയ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്യൂറോക്രസി ഇല്ലാതെ ഒരു സ്റ്റേറ്റിനെ നിലനിൽക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ബ്യൂറോക്രാറ്റ്സ് വേണം. ബ്യൂറോക്രാറ്റ്സിനെ PSC അല്ലെങ്കിൽ UPSC പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണം. എന്നാൽ മാത്രമേ രാഷ്ട്രത്തിന് നിലനിൽപ്പുള്ളൂ. സോ പരീക്ഷ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക. ബിക്കോസ് LST സെക്രട്ടറിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതേ ചോദ്യമാണ് ആൾക്കാർ ചോദിച്ചത്: ഇത്രയും നേരത്തെ ബാച്ചിന് ജോയിൻ ചെയ്യണോ, എന്താണ് ജോയിൻ ചെയ്തിട്ട് കാര്യം, ഈ പരീക്ഷയ്ക്ക് എന്ന് വിളിക്കാനാണെന്നാണ് ചോദിച്ചത്. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ ബുദ്ധിയുള്ള കുട്ടികൾ എന്ത് ചെയ്തു, നേരത്തെ പഠിച്ചു തുടങ്ങി. അവരുടെ നിലവാരം ഇന്നും വളരെ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ LST ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്തും എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. എന്തിനാണ് LST ബാച്ചിലേക്ക് വരുന്നത്? സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതേ ഉത്തരവാണ്. ഈ LSTD ആ ഡിപ്പാർട്ട്മെന്റ് നിലനിൽക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർ വേണം. ഇല്ലെങ്കിൽ എവറിത്തിങ് വിൽ കൊളാപ്സ്. ഇന്നല്ലെങ്കിൽ നാളെ വിളിച്ചേ പറ്റത്തുള്ളൂ. KASന്റെ കാര്യം അത് തന്നെയാണ്. സോ നേരത്തെ പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്ക് ഇപ്പൊ LSTS പരീക്ഷയിൽ നല്ലൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാൾ കോമ്പറ്റീറ്റീവ് ആയിരിക്കും ഇനി വിളിക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ. അതൊരു വല്ലാത്തൊരു സ്വപ്ന ജോലിയാണ്. കമ്പനി ബോർഡ് മാസ് റിക്രൂട്ട്മെന്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. സോ ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും സംശയിച്ചിരിക്കാൻ പാടില്ല. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ്, ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ്, ഏറ്റവും നല്ല മെന്റർഷിപ്പ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. ഒരു വർഷം എന്റെ കൂടെ നിന്ന് നിങ്ങൾ ചിട്ടയായി അച്ചടക്കത്തോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഇതുവരെ വരുത്താൻ സാധിക്കും. കാര്യം നമ്മൾ ചാനലും കോഴ്സസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തിനകം തന്നെ ധാരാളം ടോപ്പേഴ്സിനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. കാര്യം ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഈസി പരിപാടിയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിച്ച് സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. അത് ചെയ്യേണ്ടത് നിങ്ങളാണ്. സോ ഹെവി ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞങ്ങൾ അധ്യാപകർ എന്ത് ചെയ്യും? ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി ചെയ്യും, പഠിപ്പിച്ചു തരും, ടെക്നിക്സ് തരും, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ്, നോട്ട്സ് അതൊക്കെ തരും. പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് പഠനമാണ്. അത് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു വർഷ കാലഘട്ടം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷകളൊക്കെ വരാൻ പോകുന്ന, സബ് ഇൻസ്പെക്ടർ ഇപ്പൊ എല്ലാ വർഷവും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലെ. KASന്റെ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. സോ ഇവിടെ നമുക്ക് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. PSCയുടെ പാറ്റേൺ ഒക്കെ മാറി. ഇപ്പൊ ഞാൻ പല റാങ്ക് ലിസ്റ്റിന് വരാനുള്ള മെയിൻ റീസൺ, നല്ല രീതിയിലുള്ള റാങ്ക് ലിസ്റ്റിന് വരാനുള്ള മെയിൻ റീസൺ PSC പാറ്റേൺ മാറ്റിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ 7 ഡയലോഗ് കാണത്തില്ല. ബിക്കോസ് പണ്ടത്തെ രീതിയിൽ ഫാക്ടുകൾ കുമിഞ്ഞു കൂടുന്നു, ഫാക്ടുകൾ കാണാതെ പഠിക്കുക, റാങ്ക് ഫയൽ മുഴുവൻ അരച്ചേറി കുടിക്കുക, അത്രയും ഓർമ്മശക്തിയൊന്നും എനിക്കില്ല. ഞാൻ ശരാശരി വിദ്യാർത്ഥിയാണ്. പക്ഷെ പുതിയ പാറ്റേണിൽ പഠിക്കാൻ എളുപ്പമാണ്, രസകരമാണ്. ബിക്കോസ് ഇവിടെ ഒരു ശരാശരി വിദ്യാർത്ഥിക്കാണെങ്കിൽ പോലും അവന്റെ ഓർമ്മശക്തി അല്ല PSC ചെക്ക് ചെയ്യുന്നത്. ഓർമ്മശക്തി ചെക്ക് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം അവന്റെ വിശകലനാത്മകമായിട്ടുള്ള ചിന്താഗതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള നൗൺസ് ആണ് അല്ലെ, നാമപദങ്ങളാണ്.
ഇതിന്റെ പ്രസിഡന്റ് ആര്, ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആര്, ഉഗാണ്ടയുടെ പ്രധാനമന്ത്രി ആര്, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. പക്ഷെ ഇത് നമ്മൾ വിശകലനാത്മകമായി കഥകളിൽ കൂടെയും കവിതയിൽ കൂടെയും അനലിറ്റിക്കലായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓർമ്മയിൽ ഇത് ഇംപ്രിന്റ് ആയിരിക്കും. ഏത് രാത്രി വിളിച്ചുണർത്തിയാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഇപ്പൊ പണ്ടത്തെ രീതി എന്താണ്? പ്രസിഡന്റിനെ സംബന്ധിക്കുന്ന അനുച്ഛേദം ഏത്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവറിന്റെ ആർട്ടിക്കിൾ ഏത്? പക്ഷെ ഇപ്പം ചോദിക്കുന്ന ചോദ്യമോ പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് താഴെ കാണുന്ന ആർക്കാണ്? വളരെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അത് ഈസിയാണ്, ബിക്കോസ് നമ്മൾ കഥ അറിഞ്ഞാണ് പഠിക്കുന്നത്. പണ്ട് കഥ അറിയാതെ ആട്ടം കാണാന്ന് പറയുന്ന പോലെയായിരുന്നു കാര്യം. നമുക്ക് കോണ്ടെക്സ്റ്റ് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും എക്സാം ഹോളിൽ പോയിരിക്കും, കാണാതെ പഠിച്ച് എന്തൊക്കെയോ അവിടെ നമ്മൾ എഴുതി വയ്ക്കും, റാങ്ക് ലിസ്റ്റിലേക്ക് വരും. അത് ആക്ച്വലി നമ്മുടെ ബ്യൂറോക്രസി ഏറ്റവും പിന്നിലേക്ക് വലിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ ഇനിയുള്ള ബാച്ചിൽ കയറുന്ന ആൾക്കാരുടെ ക്വാളിറ്റി നിങ്ങൾ നോക്കാം. ഏറ്റവും നല്ല രീതിയിൽ കോണ്ടെക്സ്റ്റ്, എക്കണോമിക്സും ഹിസ്റ്ററിയും അല്ലെങ്കിൽ സോഷ്യൽ സയൻസസും ഒക്കെ കോണ്ടെക്സ്റ്റുവലായിട്ട് പഠിച്ചത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുന്ന ആൾക്കാരാണ് ഇനി സർവീസിൽ കയറുന്നത്. അത് ആക്ച്വലി എളുപ്പമുള്ള പണിയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ HCERT ടെക്സ്റ്റുകൾ, NCERT ടെക്സ്റ്റുകൾ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഫാക്ച്വൽ ആയിട്ടാണോ അനലിറ്റിക്കൽ ആയിട്ടാണോ? നിങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള ടെക്സ്റ്റുകൾ അതൊക്കെ ഇത് തന്നെയാണ്. നമ്മുടെ ബൈബിളും ഖുറാനും വേദവും എല്ലാം PSCയുടെ SCERTs തന്നെയാണ്. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് വിശകലനാത്മകമായിട്ടല്ലേ, കഥകളിൽ കൂടെ അല്ലേ. അപ്പം യഥാർത്ഥ സ്കൂൾ ടെക്സ്റ്റിന്റെ പാറ്റേണിലേക്ക് PSC പോയി. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി കുത്തിയിരുന്ന് പഠിക്കാനുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ജോയിൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം എല്ലാ റിസോഴ്സസും ഫ്രീ ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിനെ ഹെൽപ്പോട് കൂടി പഠിക്കാന്നുള്ള ഒരു ആഡഡ് ബെനിഫിറ്റ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലിരിക്കുക. വിശകലനാത്മകമായി പഠിക്കുക, ആഴത്തിൽ പഠിക്കുക. അപ്പൊ നമുക്ക് ആസ്വദിച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ഈ നമ്മുടെ ടെലിഗ്രാം ഫാമിലിയിൽ മെമ്പേഴ്സ് ആവാത്ത ആൾക്കാർ ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരിക. ഡെയിലി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോക്ക് ടെസ്റ്റുകളും മെന്റർഷിപ്പും PDF നോട്ട്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാം ഫാമിലിയുടെ പാർട്ട് ആവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ നിങ്ങൾ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി ഒരു ഫ്രെയിം വർക്കിലേക്ക് പോവാം. ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, JEE അല്ലെങ്കിൽ PSCയോ UPSC ഏത് പരീക്ഷയാണെങ്കിലും റിയൽ കോമ്പറ്റീഷൻ. ഇപ്പം UPSC പറയുന്നത് 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയാണ് UPSC, അല്ലെങ്കിൽ LDC 10 ലക്ഷം പേര് എഴുതുന്നു. പക്ഷെ അത് റിയൽ കോമ്പറ്റീഷൻ, യഥാർത്ഥ മത്സരം നടക്കുന്നത് 10,000-50,000 ആൾക്കാർക്കിടയിൽ മാത്രമാണ്. റിയൽ കോമ്പറ്റീഷന്റെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ട്രയാങ്കിൾ അപ്രോച്ച്. ഇതൊരു മാജിക്കൽ, മാന്ത്രിക ട്രയാങ്കിൾ ആണ്. ഇത് എന്താണെന്നൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ റിയൽ കോമ്പറ്റീഷൻ, അതായത് ഹയസ്റ്റ് റാങ്കിലേക്ക് വരാനുള്ള റിയൽ കോമ്പറ്റീഷനിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം, റീഡിങ് നടത്തണം, അല്ലെ? റീഡിങ് നടത്തണം. എല്ലാവരും ചെയ്യുന്ന കാര്യം ഇത് എല്ലാവരും ചെയ്യും. എല്ലാം റാങ്ക് ഫയൽ പഠിക്കും, ബിപിൻ ചന്ദ്ര പഠിക്കും, ലക്ഷ്മികാന്ത് പഠിക്കും, രമേശ് സിംഗ് പഠിക്കും, എല്ലാം പഠിക്കും. പക്ഷെ എത്ര പേര് റിവിഷൻ നടത്തും? വെരി ഫ്യൂ. അതിലും കുറച്ച് ആൾക്കാർ മാത്രമാണ് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇത് ഏറ്റവും ഈസിയസ്റ്റ് പാർട്ട്, ദിസ് ഈസ് മോസ്റ്റ് ഈസിയസ്റ്റ് തിങ് യു ക്യാൻ എവർ ഡു ആസ് എ സ്റ്റുഡന്റ്. പഠിക്കുക, വായിക്കുക. പക്ഷെ റിവിഷൻ നടത്തുന്നത് നല്ല മെനക്കെട്ട പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് മാതൃകാ ചോദ്യങ്ങൾ, മുൻകാല ചോദ്യം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഇത്രയും പേര് ഇരുന്ന് കേൾക്കാണ്. പക്ഷെ ഇതില് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ട്രയാങ്കിളിലേക്ക് വരാൻ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ബാച്ചിന്റെ പർപ്പസ് അതാ, നിങ്ങളെ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് തള്ളിയിടുക എന്നുള്ളതാണ് ബാച്ചിന്റെ പർപ്പസ്. നമ്മുടെ ബാച്ചിൽ ഈ 3 കമ്പോണന്റ് ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് തരും, അതിന് റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ഭാവി കിട്ടും. അതിന്റെ കൂടെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുക. എന്തിനാ? പ്രാക്ടീസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളെ ഞങ്ങൾ പുഷ് ചെയ്ത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഇടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ ഞങ്ങൾക്കും ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ പുറകെ നടന്ന കാര്യങ്ങൾ പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് കടക്കണോ വേണ്ടയോ എന്നുള്ളത് എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഡിസിഷൻ ആണ്. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യും. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അത് ഈ പരീക്ഷയല്ല, ഏത് പരീക്ഷയാണെങ്കിലും. ഈ ട്രയാങ്കിൾ കീ ജെയ്, ഓക്കെ, ട്രയാങ്കിൾ ആണ് നമ്മുടെ എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫി. നമ്മുടെ ബാച്ചസ് എല്ലാം ട്രയാങ്കിൾ ബാച്ചിന്റെ ഫിലോസഫിയിലാണ് വന്ന് പഠിപ്പിക്കും. പഠിപ്പിച്ചിട്ട് വീട്ടിൽ പറഞ്ഞയക്കുകയല്ല. റിവിഷൻ ക്ലാസ് തന്നിട്ട് നിങ്ങളെ വിടാറുള്ളൂ.
നമ്മളിപ്പം കഴിഞ്ഞ LSTDയുടെ പ്രിലിംസിന്റെ ബാച്ച് തന്നെ നമ്മൾ കഴിഞ്ഞ 1.5 മാസത്തോടെ റിവിഷൻ ക്ലാസ്സുകൾ മാത്രമാണ്. സിലബസ് നമ്മൾ നേരത്തെ തന്നെ തീർത്തിട്ട് ഇപ്പം നടത്തുന്നത് റിവിഷൻ ക്ലാസ്സുകളാണ്, ഇന്റൻസീവ് റിവിഷൻ ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് റിവിഷൻ നിങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു അധ്യാപകൻ എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും കാര്യങ്ങൾ എളുപ്പമാവും. അതല്ലെങ്കിലും നിങ്ങൾ സ്വമേധയാ റിവിഷൻ നടത്താൻ ഒരു മനസ്സുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഒരു കാര്യമായിട്ടേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പൊ ട്രയാങ്കിളിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ട്രയാങ്കിളിലേക്ക് വരാൻ, ട്രയാങ്കിൾ ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ ചെന്ന് എത്തേണ്ടുന്ന സ്ഥലം ട്രയാങ്കിൾ ആണ്. ആ സ്ഥലത്തേക്കുള്ള യാത്ര വഴിയാണ് KK+AP എന്ന് പറയുന്നത്, അല്ലെ? KK+AP. അപ്പൊ ട്രയാങ്കിളിൽ എത്തിച്ചേരണം. എങ്ങനെ നമുക്ക് ട്രയാങ്കിൾ എത്തിച്ചേരണം? ട്രയാങ്കിളിലേക്കുള്ള യാത്രയെ നമ്മൾ വിളിക്കുന്ന, ആ വഴിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് KK+AP. എന്താ KK+AP? പറഞ്ഞേ. KK+AP എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് അരുൺ, വെരി ഗുഡ്. കറക്കി കുത്തുക, ആഴത്തിൽ പഠിക്കുക, അല്ലെ? KK സ്റ്റാൻഡ്സ് ഫോർ കറക്കി കുത്ത്, ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക് എന്നൊക്കെ നമ്മൾ വളരെ സ്റ്റൈലിഷ്ഡ് ആയിട്ട് പറയും. എൻഡ് ഓഫ് ദി ഡേ കറക്കി കുത്താണത്. ഇന്റലക്ച്വൽ കറക്കി കുത്താണ്, ഭൗതികമായിട്ടുള്ള കറക്കി കുത്താണ്. മറ്റൊരു ആസ്പെക്ട് ആണ് AP, ആഴത്തിൽ പഠിക്കുക എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അടിത്തറ. നമ്മൾ ഡിഫറെന്റ് സബ്ജക്ട്സ്, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് സയൻസ്, എക്കണോമിക്സ്, എല്ലാ സബ്ജക്റ്റിലും ആഴത്തിലുള്ള അറിവ് നേടുക. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്. അതായത് കേട്ടാൽ മനസ്സിലാവാത്ത സംഭവം അല്ല ഇതിനർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങളുടെ തലച്ചോറിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിൽ ഇത്തരം ആഴത്തിലുള്ള അറിവുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് തരും. നിങ്ങൾ ക്ലാസ്സുകൾ മാത്രം കേട്ടാലും മതി, അത്രത്തോളം നോളജ് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. UPSC നിലവാരത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ് സിവിൽ സർവീസ് അക്കാഡമീസ് എടുക്കുന്ന 70 മണിക്കൂർ വെച്ചിട്ടാണ്, ലക്ഷ്മികാന്തൻ DD ബോസ് കൂടെ. ഞങ്ങൾ ഇവിടെ എടുക്കുന്ന 70, 75, 80 മണിക്കൂർ ഞങ്ങൾ ഇവിടെ എടുക്കുന്നത്. ഇത് ചുമ്മാ ഇരുന്ന് കത്തിയടിക്കുകയല്ല, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അത്രത്തോളം ഡീറ്റെയിൽഡ് പോയിന്റ്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സയൻസിന്റെ കാര്യമാണെങ്കിലും ഹിസ്റ്ററിയുടെ കാര്യമാണെങ്കിലും എക്കണോമിക്സിന്റെ കാര്യമാണെങ്കിലും എല്ലാം അങ്ങനെ UPSC നിലവാരത്തിൽ. നിങ്ങൾ യു വിൽ ബി ദ ബെസ്റ്റ് പ്രിപ്പയർഡ് കാൻഡിഡേറ്റ്സ്. ഹിസ്റ്ററി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും നിങ്ങളായിരിക്കും പരീക്ഷ എഴുതാൻ പോകുന്ന ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒന്ന് നിങ്ങളായിരിക്കും. ആ രീതിയിൽ ഉറപ്പുവരുന്ന രീതിയിൽ ഞങ്ങൾ ക്ലാസ് തരും. ഓക്കെ, സോ ആഴത്തിലുള്ള പഠനം നമുക്ക് അങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും ഹംബിൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര അറിവുള്ളവനാണെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് പ്രപഞ്ചത്തിൽ കൂടുതൽ. നിങ്ങളിപ്പോ ലക്ഷ്മികാന്തൻ മുഴുവൻ വായിച്ചിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ മോഹൻലാലിന്റെ ആ സിനിമയിൽ പറയുന്നത് സംഗീതം ഒരു സാഗരമാണ്, ആ സാഗരത്തിൽ മുങ്ങിക്കളിക്കുന്ന ഒരാളാണത്. ഞാൻ പുറത്തിറങ്ങി തിരിയെണ്ണാണെന്ന് പറയുന്ന പോലെ നമ്മളെല്ലാം തിരി എണ്ണിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. കാര്യം സബ്ജക്ട് അത്രയും ഡെപ്ത് ആണ്. തിരിയെണ്ണി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ വരും. അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് കറക്കിക്കുത്ത്. ഇപ്പൊ കേരള PSCയിലും കേരളത്തിലെ UPSC ഇൻഡസ്ട്രിയിലും നമ്മളാണ് ഈ ഒരു ഫിലോസഫി ഇത്രയും പുഷ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ഇത് പറയാൻ പേടിയാണ്, കറക്കിക്കുത്തുന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പേടിയാണ്. പക്ഷെ നമ്മൾ ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചത് ഇപ്പൊ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും നമുക്ക് ഇന്റലിജൻസ്, കോമൺ സെൻസ് ഉപയോഗിച്ച് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഇന്ന് ഇതിന്റെ എല്ലാം എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, നിങ്ങളെ കൂടെ ലൈവ് ആയിട്ട് ചോദ്യം സോൾവ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അതാണ് രണ്ട് ആസ്പെക്ട്. ട്രയാങ്കിളിലേക്ക് എത്താനുള്ള നമ്മുടെ മാർഗമാണ് KK+AP. നമുക്കിത് ഓരോന്നും എക്സ്പ്ലോർ ചെയ്താലോ? KKയും APയും നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വോൾട്ടയർ മുത്തപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉള്ള ആൻസർ ഞാൻ അവസാനം തരാം കേട്ടോ. കമന്റ് സെക്ഷനിൽ ഇട്ടേക്ക്, അവസരം ഞാൻ തരാം. വോൾട്ടയർ മുത്തപ്പനാണ് പറഞ്ഞിട്ടുള്ളത്, കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ. അതായത് സാമാന്യ ബോധം അത്ര സാമാന്യമല്ല, ഇറ്റ്സ് വെരി റെയർ കമ്മോഡിറ്റി. ഇതാണ് നമ്മുടെ കറക്കിക്കുത്ത് അല്ലെങ്കിൽ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സിന്റെ ഫൗണ്ടേഷണൽ ഫിലോസഫി. ഞാനിപ്പോ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഞാൻ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം എക്സാം ഹോളിൽ ചില ചോദ്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അത് മാത്രം, നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ പോലും അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾ ഡയറക്റ്റ്ലി കാണിച്ചു തരാം. പക്ഷെ ഇതിന്റെ ഒക്കെ അടിത്തറ നിങ്ങൾ ഒരിക്കലും മറക്കില്ല, അത് ആഴത്തിലുള്ള അറിവാണ്. AP ആണ്. AP ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല. അതായത് PP എന്ന് പറയാം, പഠിച്ചില്ലെങ്കിൽ പൊട്ടും. അതൊരു പ്രപഞ്ച നിയമമാണ്. പഠിച്ചിട്ട് പോവുക, പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിപ്പം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദ്യ പേപ്പറിനകത്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഇതിന്റെ അപ്രോച്ച് എങ്ങനെയാന്ന് നോക്കാം.
ഓക്കെ, ഫസ്റ്റ് ചോദ്യം, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് തന്നെ സങ്കല്പിക്കാം. നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെ, അന്തരീക്ഷത്തിന്റെ ലെയേഴ്സ്, പല പല പാളികൾ അന്തരീക്ഷത്തിനുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും എറ്റിമോളജിക്കൽ, നിരുക്തി എന്ന് പറയും. ഓക്കെ, പണ്ട് സംസ്കൃത സാഹിത്യത്തിനകത്തെ ഒരു എസെൻഷ്യൽ കമ്പോണന്റ് നിരുക്തി, ഛന്ദസ് എന്നൊക്കെ പറയുന്നത്. ഇംഗ്ലീഷിൽ തന്നെ എറ്റിമോളജി എന്നാ പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളൊരു വാക്ക് പഠിക്കുമ്പം ആ വാക്കിന്റെ റൂട്ട് മീനിങ് വെച്ച് പഠിക്കാം. ഓക്കെ, അതിന് ഏറ്റവും ആന്തരികമായിട്ടുള്ള മീനിങ് വെച്ച് പഠിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ജസ്റ്റ് ഉദാഹരണം. സെറോ, സെറോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡ്രൈ എന്നുള്ളതാണ്. ഡ്രൈ, വെള്ളമില്ലാത്ത, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ശരിക്കും അഭാവമുള്ള അവസ്ഥ. അപ്പൊ സെറോഫ് താൽമിയ എന്താ? സെറോഫ് താൽമിയ, താൽമിയ മീൻസ് കണ്ണുമായി ബന്ധപ്പെട്ട സംഭവമാണ്. സെറോഫ് താൽമിയ മീൻസ് കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന അവസ്ഥയാണ് സെറോഫ് താൽമിയ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ സെറോ ഡെർമ എന്താ? സെറോ ഡെർമ, സെറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആണ്. സെറോ ഡെർമ എന്താ? യെസ്, ഡ്രൈ സ്കിൻ. വെരി ഗുഡ് അരുൺ. സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് സൂര്യപ്രകാശത്തിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ സ്കിൻ ഡ്രൈ ആവും, അതാണ് സെറോ ഡെർമ. മറ്റൊന്നാണ് സെറോ ഫൈറ്റ്. അപ്പൊ സെറോ ഫൈറ്റ് എന്താ? സെറോ ഫൈറ്റ്, ഫൈറ്റ്, ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചെടികൾ എന്നൊക്കെയുള്ള മീനിങ്, സസ്യങ്ങൾ എന്നുള്ള മീനിങ് ആണ്. സെറോ ഫൈറ്റ് എന്തായിരിക്കും? എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള, വരണ്ട ഭൂമിയിൽ വളരുന്ന ചെടികളെ ആണ് സെറോഫൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ സെറോ എന്നൊരു വാക്ക് എവിടെയെങ്കിലും കണ്ടാലും, ഫൈറ്റ് അല്ലെങ്കിൽ ഡെർമ എന്നൊക്കെയുള്ള വാക്കിൽ എവിടെയെങ്കിലും കണ്ടാലും, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് അതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് എത്താൻ പറ്റും. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തൊരു 2 മാസത്തിനകം തന്നെ നിങ്ങൾ എല്ലാവരും ഈ നിലവാരത്തിലേക്ക് ഉയരാം. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് ബോണസ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വെറുതെ ഫാക്ട് മാത്രം പഠിച്ചിട്ട് പോവല്ല, കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത്. ഉദാഹരണത്തിന് ട്രോപ്പോ, ട്രോപ്പോ, ട്രോപ്പോ എന്നൊരു വാക്കുണ്ട് അല്ലെ, ട്രോപ്പോ. ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഇപ്പം യൂട്രോഫിക്കേഷൻ, ട്രോഫിക് ലെവൽസ്, ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ പറയും. ട്രോപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ സസ്യങ്ങളും ജീവജാലങ്ങളും ലൈഫ് കാണുന്ന സ്ഥലത്താണ് ട്രോപ്പോ നിൽക്കുന്നത്. ട്രോപ്പോ, ട്രോപ്പോ. അപ്പൊ നമ്മൾ നിങ്ങൾ യൂട്രോഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തിനകത്ത് ഭയങ്കരമായിട്ട് ന്യൂട്രിയൻസിന്റെ അളവ് കൂടിയിട്ട് ജലം മൊത്തം ഇങ്ങനെ പായലൊക്കെ പിടിച്ചത് യൂട്രോഫിക്കേഷൻ. ട്രോപ്പിക് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷ്യന്റെ ലെവലിനെയാണ് ട്രോപ്പിക് ലെവൽ എന്ന് പറയാം. അപ്പൊ ട്രോപ്പോസ്ഫിയർ എന്തായിരിക്കും? നമ്മുടെ അന്തരീക്ഷത്തില് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സസ്യജാലങ്ങൾ കാണുന്ന ലെവലാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം, അതാണ് ട്രോപ്പോസ്ഫിയർ. ബിക്കോസ് നമുക്ക് ജീവനുണ്ടോ? നമ്മൾ ട്രോഫിക് ആണോ? നമുക്ക് ജീവനുണ്ട്. നമ്മൾ ട്രോപ്പോസ്ഫിയർ ജീവിക്കുന്ന ആൾക്കാരാണ്. സസ്യങ്ങൾ, ജീവജാലങ്ങൾ, ന്യൂട്രിയൻസ് എല്ലാം ഉള്ള സ്ഫിയറാണ് ട്രോപ്പോസ്ഫിയർ. അപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ പാളിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണെന്നറിയാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇവിടെ നമുക്ക് മേലോട്ട് പോകുന്തോറും ചൂട് കൂടുവാണല്ലോ, അല്ലെ? അപ്പൊ ഏറ്റവും പുറത്തെ പാളികളിൽ ഒന്ന് ഉറപ്പായിട്ട് എന്തായിരിക്കും? തെർമോസ്ഫിയർ. തെർമോ എന്ന് മീൻസ് ഭയങ്കര ചൂട്, ഭയങ്കര ചൂട് അല്ലെ? തെർമോസ്ഫിയർ ആയിരിക്കും അല്ലെ? സോ ട്രോപ്പോസ്ഫിയറിൽ ആരംഭിച്ച് തെർമോസ്ഫിയറിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനായിട്ട് എക്സോസ്ഫിയർ എന്നൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ തൽക്കാലം ബോധർ ചെയ്യണ്ട. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി തെർമോസ്ഫിയർ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് പറയുന്നതിന് മറ്റേ മീസോ എന്നുള്ള വാക്കിനകത്ത് മീസോ, മീസോപോസ്, മീസോസ്ഫിയർ, മീസോലിത്തിക് പീരീഡ്. അവിടെ ഇതൊക്കെ ഏൻഷ്യന്റ് ഇന്ത്യയിലും വരുന്നുണ്ട്. സോറി, പ്രീ ഹിസ്റ്റോറിക്കൽ ചരിത്രത്തിന് വരുന്നുണ്ടോ മീസോ എന്നൊരു വാക്ക്, അല്ലെ? ജോഗ്രഫിയിൽ വരുന്നുണ്ട് മീസോ. മിഡിൽ, നടുക്ക് എന്നുള്ള മീനിങ് ആണ് മീസോയ്ക്ക് വരുന്നത്, അല്ലെ? മിഡിൽ, എക്സാക്ട്ലി. അപ്പൊ 2 ലെയേഴ്സിന് നടുക്ക് നിൽക്കുന്നതാണ് മീസോസ്ഫിയർ. അപ്പം നിങ്ങൾ നോക്കിയേ, ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഏതായിരിക്കും? സ്ട്രാറ്റോ മീൻസ് ലെയർ, അത് കഴിഞ്ഞ് മീസോസ്ഫിയർ. ഇതിന് ഡി എന്നൊരു ഉത്തരത്തിലേക്ക് നമുക്ക് ഇത്തരം സംഭവം കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, എക്സാം ഹോളിൽ ഫാക്ടുകൾ ഓർത്തിരിക്കാനാണ് നിങ്ങളുടെ പരിപാടി, എങ്ങനെ നടക്കത്തില്ല. നിങ്ങൾ ലക്ഷക്കണക്കിന് ഫാക്ട്സ് പഠിച്ചിട്ടാണ് പോകുന്നത്. ഫാക്ട്സ് ഓർത്തിരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പം കോൺസെപ്റ്റിൽ ഓർത്തിരിക്കാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കോൺസെപ്റ്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എക്സാം ഹോളിൽ ഫാക്ടുകൾ ഓർത്തിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഡ്രൈ ഫാക്ടുകൾ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര എളുപ്പത്തിൽ നമുക്ക് സംഭവം നടക്കത്തില്ല. ഞാൻ മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ചോദ്യം കണ്ടോ? ഇതില് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ചോദിച്ചിരിക്കുന്നത്, അല്ലെ?
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ പറ്റി പഠിച്ചിട്ടേ ഇല്ലെന്നിരിക്കട്ടെ, നിങ്ങൾ ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കരേവ, എന്തോ ഒരു സാധനമാണ് കരേവ. യു ഡോണ്ട് നോ നത്തിങ് അബൌട്ട് ഇറ്റ്. കരേവ ഇത് ഈസ്റ്റേൺ ഹിമാലയത്തിൽ കാണുന്നു. രണ്ടാമത്തെ പ്രസ്താവന എന്താ? കരേവ ഇത് കാശ്മീർ ഹിമാലയത്തിൽ കാണുന്നു. ഇത് രണ്ടും തെക്ക് മടക്കുക. ഞാൻ അറിയുന്നുണ്ട്. ഈസ്റ്റേൺ ഹിമാലയം മീൻസ് കിഴക്കേ ഹിമാലയം. കാശ്മീർ എവിടാ? കാശ്മീർ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ ഭാഗമല്ലേ? കാശ്മീർ വെസ്റ്റിലല്ലേ? ഈസ്റ്റ് ഇവിടെ അല്ലേ? അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റിന്റെ ഒരുമിച്ച് കറക്റ്റ് ആവൂ? അപ്പം തന്നെ നമുക്ക് സി എലിമിനേറ്റ് ബി ബോത്ത് 1 and 2. ഒന്ന് ശരിയായാൽ രണ്ട് തെറ്റാവണം, രണ്ട് ശരിയായാൽ ഒന്ന് തെറ്റാവണം. ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. ഇതിന്റെ ഒക്കെ ഇന്റൻസീവ് ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഒന്നില് പറയുന്നു കരേവ വെസ്റ്റിൽ കാണുന്നു, ഒന്നില് പറയുന്നു കരേവ ഈസ്റ്റിൽ കാണുന്നു. ഇതിൽ ജോഗ്രഫിക്കൽ ഫോർമേഷൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ലേ കാണേണ്ടത്. അപ്പൊ ഇത് രണ്ട് ഒരുമിച്ച് കറക്റ്റ് ആവത്തില്ല, ഇതിൽ ഒന്ന് മാത്രമേ കറക്റ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി ആണ് ആവേണ്ടത്, അല്ലെ? നമ്മളിത് NCERT-യിലും SCERT-യിലും ഒക്കെ ബേസിക് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. കരേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാഫ്രൺ ഉണ്ടല്ലോ, കുങ്കുമപ്പൂ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കാശ്മീരിലെ. അപ്പം അത് നമ്മൾ കുങ്കുമപ്പൂ കരേവ ഫോർമേഷനിലാണ് കൃഷി ചെയ്യുന്നത്. കുങ്കുമപ്പൂ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ എന്താ കാശ്മീരിനെ പറ്റി ആലോചിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ബി എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് ഇതിനകത്ത് എത്താം. ബി ബി ബി. അപ്പം കോണ്ടെക്സ്റ്റുമായിട്ട് പഠിച്ചുള്ള ഗുണം ഇതാണ്, നമ്മൾ കാര്യങ്ങൾ കുറെ കൂടെ എഫക്റ്റീവായിട്ട് ഓർത്തിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. സെയിം ലോജിക്കാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുക. സെയിം ലോജിക്. നിങ്ങൾ പ്രസിഡന്റിനെ പറ്റിയും പഠിച്ചിട്ടില്ല, വൈസ് പ്രസിഡന്റിനെ പറ്റിയും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നിരിക്കട്ടെ. ഇവിടെ ഈ ഒരു ചോദ്യം നോക്കിയേ. പ്രസിഡന്റിന്റെ ഓഫീസ് അല്ലെങ്കിൽ ഏത്, ഇതൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദ്യ പേപ്പറിൽ നടത്തുന്നതാണ്. പ്രസിഡന്റ് ഓഫീസ് ഏത് ഘട്ടത്തിലാണ് പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കുന്നത് എന്ന ചോദ്യം. പ്രസിഡന്റിന്റെ ടേം 5 വർഷമാണ്. 5 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം പ്രസിഡന്റിനെ നമുക്ക് പുറത്താക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിലാണ് പുറത്താക്കുന്നത് എന്ന ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ചീഫ് ജസ്റ്റിസിന് കൈമാറുമ്പോൾ, അതായത് അദ്ദേഹം രാജിവെച്ചിട്ട് പോവുകയാണെങ്കിൽ 5 വർഷത്തിന് മുമ്പ് അദ്ദേഹം പുറത്താവുമല്ലോ. രണ്ടാമത്തെ പ്രസ്താവന അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനാണ്. മേളിൽ പറയുന്നു സുപ്രീം കോടതിക്കാണ്, ചീഫ് ജസ്റ്റിസിനാണെന്ന്, താഴെ പറയുന്ന വൈസ് പ്രസിഡന്റ് ആണ്. ഒരാൾക്ക് രാജിക്കത്ത് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, നാട് നീളെ നടന്ന് എല്ലാവരും കൊടുക്കും. അപ്പൊ ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ കറക്റ്റ് ആവുള്ളൂ. രണ്ടിനും ഒരുമിച്ച് കറക്റ്റ് ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആയാൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാവും, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആയാൽ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാവും. അപ്പൊ 1 and 2 സ്റ്റേറ്റ്മെന്റ് 1 and 2 ഒരുമിച്ച് ഒരു ഓപ്ഷനകത്ത് വന്നതിൽ ഓപ്ഷൻ തെറ്റായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ സി തെറ്റാണ്, അല്ലെ? ഡിയും തെറ്റാണ്. ഇതിനകത്ത് രണ്ട് 1 and 2 ഉണ്ട്, 1 and 2 ഉണ്ട്. ഓൾ ഓഫ് ദി ഉപയോഗിക്കുന്ന 1 and 2 ഉണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് നമുക്ക് എ അല്ലെങ്കിൽ ബി മാത്രമേ കറക്റ്റ് ആവാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും രണ്ടിനകത്തും 3 ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് 3 ശരിയായിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്മെന്റ് 3 ശരിയായിരിക്കും. അപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ, എന്നിട്ടുള്ള നിങ്ങൾ 50-50യിലേക്ക് എത്തി. 50-50യിലേക്ക് എത്തി. പകുതി ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ആർക്കായിരിക്കും കൊടുക്കാൻ സാധ്യത? വൈസ് പ്രസിഡന്റിനായിരിക്കോ ചീഫ് ജസ്റ്റിസിനായിരിക്കോ? അപ്പൊ നമ്മൾ വെറുതെ കോമൺ സെൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിനേക്കാൾ താഴെയല്ലേ? അതുകൊണ്ട് വൈസ് പ്രസിഡന്റിന് കൊടുക്കാൻ സാധ്യതയില്ല. ചീഫ് ജസ്റ്റിസിന് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ചിന്തിക്കാം. ഇവിടെയാണ് AP യുടെ ഇമ്പോർട്ടൻസ് വരിക. AP ആഴത്തിലുള്ള വായന. വൈസ് പ്രസിഡന്റിനാണ് ഇവിടെ പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഇത് എടുത്ത് പറയുന്നതാ. വൈസ് പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന് സബോർഡിനേറ്റ് അല്ല. അതൊരു സ്വതന്ത്ര ഭരണഘടനാ ഓഫീസാണ്, ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ് ലക്ഷ്മികാന്തിൽ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് അദ്ദേഹത്തിന് രാജിക്കത്ത് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനാണ്. ഈ ടൈപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടും കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. ഇത് നമുക്ക് ഇത്തിരി ഇൻഡെപ്ത് നോളജ് ഒക്കെ വേണ്ടുന്ന ഏരിയാസ് ആണ്. വൈസ് പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കുന്ന പ്രസിഡന്റിനാ, മനസ്സിലായല്ലേ? അവർ പരസ്പരം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാജിക്കത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ബി ആണ്. ബി. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എന്താ? ആഴത്തിലുള്ള പഠനവും അതിനൊപ്പം കറക്കിക്കുത്തുമാണ്. കറക്കിക്കുത്താൻ മാത്രം പോയാൽ എന്ത് പറ്റും? 8 നില പൊട്ടും. പഠിച്ചിട്ട് പോവാ. പഠിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ അറിവുണ്ട്, ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് കറക്കിക്കുത്താൻ വളരെയധികം സഹായിക്കും. ഇവിടെ ഉള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിയുക. നഗ്നസത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 7 എണ്ണം ശരിയാവണം, 3 എണ്ണം തെറ്റണം. ഞാൻ കറക്കി കുത്തുന്ന ചോദ്യങ്ങളുടെ കാര്യമാണ് പറയണേ. നിങ്ങൾ 10 ചോദ്യങ്ങളും പോയി കറക്കി കുത്തി കഴിഞ്ഞാൽ 10 എണ്ണം ഒരിക്കലും ശരിയാവത്തില്ല. എന്നാൽ പിന്നെ ഇതിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. ഇവിടെ
7 ചോദ്യങ്ങൾ ശരിയാവണം, 3 തെറ്റണം. അതാണ് ഒപ്റ്റിമൽ ലെവൽ. അപ്പൊ നമുക്ക് 6 മാർക്ക് അവിടെ എക്സ്ട്രാ കിട്ടി. നമുക്കറിയാം 1 മാർക്കിന്റെ പേരിൽ എത്ര റാങ്ക് മാറും നമുക്കറിയാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ 1 മാർക്കിന്റെ പേരിൽ 10-20 റാങ്ക് മാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അവിടെ 6 മാർക്ക് 10 ചോദ്യത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു 10-25 മാർക്ക് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റിയാൽ നമുക്ക് എന്തായിരിക്കും നേട്ടം? നല്ല നേട്ടമായിരിക്കും. സോ ഇവിടെ നഷ്ടമുണ്ടാവും, പക്ഷെ നഷ്ടത്തിനെ 10 ഇരട്ടി കോമ്പൻസേറ്റ് ചെയ്യുന്ന നേട്ടവും ഇവിടെ ഉണ്ടാവും. 3 ചോദ്യം തെറ്റിയാലും 7 ചോദ്യം ശരിയാക്കണം. അതിന്റെ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ KK കറക്കിക്കുത്താൻ അല്ലെങ്കിൽ ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ ആവണ്ട. ഏറ്റവും ബെസ്റ്റ് ട്രെയിൻഡ് സ്റ്റുഡൻസ് നിങ്ങളായിരിക്കും. ഓക്കെ, നമുക്കിനി APA പറ്റി ഒന്ന് ചർച്ച ചെയ്തു. ആഴത്തിലുള്ള പഠനം നമ്മൾ നേരത്തെ കണ്ടു. പഠിക്കുകയും കൂടെ വേണം. കറക്കിക്കുത്താൻ മാത്രം പോയാൽ റിസ്ക് ആണ്. പഠിക്കുകയും വേണം അല്ലെ? എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിക്കണം എന്നും എത്തരത്തിൽ പഠിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. ഞാനിപ്പോ സാമ്പിൾ ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിലബസ് കൊണ്ടുവന്നിട്ടുണ്ട്. കേരള PSCയുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസീസ്, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, സ്പേസ് സയൻസ്, ഡിഫൻസ് സയൻസ് എന്നൊക്കെയാ പറയുന്നത്. ഇത് സിവിൽ സർവീസിന്റെ സിലബസ് ആണ്. ഇതൊക്കെ UPSCയുടെ സിലബസ് ചെയ്യുന്ന കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കണ്ടോ? സയൻസ് ആൻഡ് ടെക്നോളജി, ഡെവലപ്മെന്റ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ എവറിഡേ ലൈഫ്. ഇതാണ് UPSCയുടെ സിലബസ്. ഈ സിലബസ് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് അവയർനെസ് ഇൻ ദ സ്പീഡ് ഓഫ് സ്പേസ്, കമ്പ്യൂട്ടർ, റോബോട്ടിക്സ്, ഡിഫൻസ് എക്സെട്ര. ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എവിടെ? യെസ്, ടെക്നോളജി, സ്പേസ്, സയൻസ്, ISROയുടെ കാര്യങ്ങളൊക്കെ, DRDO, ISRO, സ്പേസ് പ്രോഗ്രാംസ്. ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ പലതും UPSCയുടെ ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു കുത്തോ കോമയോ മാറാതെ പോലും ചോദിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സിവിൽ സർവീസിന് വരെ ചോദിച്ചിട്ടുണ്ട് കോപ്പി ചെയ്തിട്ട്. അത് കൂടുതലൊന്നും പറയാനില്ലല്ലോ. സോ ഈ ലെവലിൽ നമുക്ക് പഠിക്കാം. ഇത് പഠിക്കാൻ ഈസിയാണ്. ഇത് കണ്ട് നിങ്ങൾ എന്താ പറയാ, വിജൃംഭിച്ചിരിക്കണ്ട. നമ്മുടെ പണ്ടത്തെ പോലെ ഫാക്ടുകൾ കാണാപ്പാണ് പഠിക്കുന്നതിനേക്കാൾ ഈസിയാണ്. ഇതിനകത്ത് ഓരോ പോയിന്റും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. ഞാൻ സാമ്പിൾ മാത്രമാണ് ഇതിന് കൊണ്ടുവന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെയും ഹിസ്റ്ററിയുടെയും എക്കണോമിക്സിന്റെയും ജോഗ്രഫിയുടെയും ഒക്കെ സിലബസിന്റെ അവസ്ഥ സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധ്യാപകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരള PSCയുടെ കാര്യത്തിലും എക്സ്പേർട്സ് ആണ്, ദ സെയിം ടൈം UPSCയിലും എക്സ്പേർട്സ് ആണ്. കേരളത്തിലെ മുൻനിര UPSC PSC അക്കാഡമീസിലെല്ലാം എടുക്കുന്ന ഇവർ തന്നെയാണ്. ഇവർക്ക് അതിന് ബാലൻസ് അറിയാം, എത്രത്തോളം വേണം. പക്കാ UPSC നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പക്ഷെ PSCക്ക് വേണ്ടുന്ന ഒരു നിലവാരമുണ്ട്. UPSCയുടെ അവിടെ വരെ പോകാൻ വേണ്ട. എന്നാൽ പഴയ PSCയുടെ അത്ര ഫാക്ച്വലോ അല്ല, നടുക്ക് നിൽക്കുന്ന ഒരു മീസോ സ്ഫിയർ ഉണ്ട് അവിടെ. ആ നിലവാരത്തിലാണ് നമ്മളിത് പഠിക്കേണ്ടത്. കാര്യം സയൻസിൽ UPSC സിലബസ് ആണ് കോപ്പി ചെയ്തിട്ടുള്ളതെങ്കിലും ചോദ്യങ്ങൾ വരുന്നത് ഒരു പഴയ PSCയുടെ സ്റ്റൈലിൽ തന്നെയാണ്. പക്ഷെ ഭാവിയിൽ ഇവിടുത്തെ ചോദ്യങ്ങൾ മാറും. നമ്മുടെ റിസർച്ച് ടീം അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇതേ പാറ്റേണിൽ ഒരിക്കലും PSC പോകത്തില്ല. മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ്. എവറിത്തിങ് വിൽ ചേഞ്ച്. ചേഞ്ചിനനുസരിച്ച് നിങ്ങളും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യം എടുത്ത് നോക്കാം. ഞാൻ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചോദ്യമാണിത്. PSCയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള ചോദ്യമായിരുന്നു. ഇതിന്റെ ആൻസർ ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് എന്നുള്ളതാണ്. ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. കോമൺ സെൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 14ന്റെ വ്യാഖ്യാനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. AV ഡൈസി എന്നൊരു മനുഷ്യനെ നിങ്ങൾ ഇതിനകത്ത് അറിയണം. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയാം. ഈ ചോദ്യം 2017 സിവിൽ സർവീസ് വന്നതാ. ഇക്വാളിറ്റി എന്ന് വെച്ചാൽ അർത്ഥം ആബ്സെൻസ് ഓഫ് പ്രിവിലേജ്. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ UPSCയിലെ ചോദ്യങ്ങൾ എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ് ചെയ്യും. പണ്ട് സ്റ്റുഡൻസിന് ഇത് ഭയങ്കര അമർഷമായിരുന്നു. എന്തിനാ സാറേ UPSC ചോദ്യങ്ങൾ കൊണ്ട് നമ്മൾ പേടിപ്പിക്കുന്ന ചോദിക്കും. പക്ഷേ ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. അവര് 2 PSC എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് അവരുടെ മാർക്കിൽ വന്ന വ്യത്യാസം അതിഭീകരമാണ്. നമ്മുടെ കഴിഞ്ഞ LSTS ബാച്ചിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ നമ്മുടെ ബാച്ചിൽ വന്ന 1-2 സ്റ്റുഡൻസ് അവര് തല്ലുണ്ടാക്കി പോയി. അതായത് അവർക്ക് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഫാക്ട്സ് അധികം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. വളരെ അടുത്ത് തന്നെ നടന്നിട്ടുള്ള LDCയുടെ ഖാദി ബോർഡ് LDC ആ സമയത്ത് നടന്നത്. LDC പരീക്ഷ കഴിയുമ്പോൾ ഇവരെല്ലാവരും തിരിച്ചു വന്നു. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. കാര്യം LDC പരീക്ഷ ഖാദി ബോർഡിന് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തും UPSC മാതൃകയിൽ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു.
അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഫേസ് ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നമുക്കിതൊരു ഷോർട്ട് കട്ട് ആണെന്നുള്ളൊരു അംഗീകരിച്ചു. പണ്ടത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് കഷ്ടപ്പെട്ട് തല കുത്തിയൊക്കെ ഇരുന്ന് പഠിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഷോർട്ട് കട്ട്സ് ഉണ്ട്, എല്ലാത്തിനും ഷോർട്ട് കട്ട്സ് ഉണ്ട്. നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ വീട്ടമ്മയാണ്, പഠിക്കാൻ സമയം കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ ഒരു 25 വർഷത്തെ UPSC ചോദ്യങ്ങൾ കൂടെ മാത്രം പോയാലും നിങ്ങൾക്ക് പല PSC ചോദ്യങ്ങളും പ്രവചിക്കാൻ പറ്റും, പ്രിഡിക്ട് ചെയ്ത് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഈ നിലവാരത്തിലായിരിക്കും നമ്മൾ ക്ലാസ്സസിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നത്. PSCയുടെ മുൻകാല വർഷ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. അതിന്റെ കൂടെ UPSCയിൽ നിന്ന് PSCയിലേക്ക് വരാൻ ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തരും. നിങ്ങൾ കുത്തിയിരുത്തി അതും പഠിപ്പിക്കും, റിവിഷന്റെ ഭാഗമായിട്ടും അല്ലാതെ. ഓക്കെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം വേൾഡ് ഹിസ്റ്ററിക്കും കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ IT ഇതിനൊന്നും UPSC ചോദ്യങ്ങൾ കിട്ടത്തില്ല. UPSC സിലബസിൽ പ്രിലിംസിനകത്ത് വേൾഡ് ഹിസ്റ്ററി വരുന്നില്ല. പക്ഷെ ബാക്കി GS പോർഷൻസ് എല്ലാം നമുക്ക് ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് എക്കണോമിക്സ്. എക്കണോമിക്സിലെ RBIയുടെ ചോദ്യങ്ങൾ, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ചോദ്യങ്ങളൊക്കെ അവിടുന്ന് കോപ്പി പേസ്റ്റ് ആണ്. നമുക്ക് അതൊക്കെ ക്ലാസ്സിൽ ഫാക്കൽറ്റീസ് ചർച്ച ചെയ്ത് തരും. ഇത് കഴിഞ്ഞ PSCയുടെ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ സോഴ്സ് UPSCയുടെ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ആണ്. ലക്ഷ്മികാന്തൊക്കെ പഠിക്കണോ? ലക്ഷ്മികാന്ത് പഠിക്കാൻ എളുപ്പമാണ്. അതായത് ഒരു ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദ്യം വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളത് പഠിക്കുമല്ലോ. റാങ്ക് ഫയലിന് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ലക്ഷ്മികാന്തിന് പുറത്തുനിന്ന് അപൂർവമായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളൂ. നമുക്ക് അതെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു വർഷം സമയമുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന് 10-75 മണിക്കൂർ 80 മണിക്കൂർ ക്ലാസ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഓരോ ക്ലാസ്സും അത്ര സ്ട്രക്ചേർഡ് ആണ്. നിങ്ങൾ ആ ക്ലാസ്സിൽ കൂടെ പോയി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ലക്ഷ്മികാന്ത് എന്നൊരു ടെക്സ്റ്റ് ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി പഠിക്കേണ്ടത്. ഈ ലക്ഷ്മികാന്ത് ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ പഠിപ്പിക്കണമെങ്കിൽ മിനിമം ഒരു 1000-1500 മണിക്കൂർ വേണം. ലോകത്ത് ഒരിടത്തും അങ്ങനെ ക്ലാസ് എടുക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഫാക്കൽറ്റി പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും മുൻകാല വർഷ ചോദ്യങ്ങളും ഒക്കെ ക്ലാസ് എടുത്ത് തരും. പിന്നെ ഈ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ ചില ഏരിയാസ് വായിക്കേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വായിച്ചെടുക്കും. തത്തമ്മയെ പൂച്ച എന്നത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചില ഏരിയാസ് ആണ്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഈ ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന സ്പെക്ട്രം അല്ലെങ്കിൽ ബിപിൻ ചന്ദ്ര എന്ന ടെക്സ്റ്റ് വെച്ചിട്ടാണ്. ഞാനാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കുന്നത്. ഹിസ്റ്ററിയുടെ മേജർ ഏരിയാസും PYQസും ഏറ്റവും ഡെപ്തിലാണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ആ ടെക്സ്റ്റുകൾ വായിക്കണം. കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒരു വർഷമുണ്ട്. കാര്യം ലക്ഷ്മികാന്തും ബിപിൻ ചന്ദ്രൻ സ്പെക്ട്രവും വായിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ബീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവനായിരിക്കും റാങ്ക് ഹോൾഡറായിട്ട് വരുന്നത്. പ്രൊവൈഡഡ് നിങ്ങൾ മാത്സിൽ ഓക്കെ ആണ്, മാത്സ് ഇംഗ്ലീഷ് മലയാളം റീസണിങ് അടിപൊളി ആയിരിക്കണം. ഞാൻ GK കേസാണ് പറയുന്നത്. കാര്യം ഇത്രയും ടെക്സ്റ്റിൽ കൂടെ പോവാനുള്ള സമയവും സാഹചര്യവും അവസരങ്ങളും നിങ്ങൾക്കുണ്ട്. ഈ ടെക്സ്റ്റിൽ കൂടെ നിങ്ങളെ ഞങ്ങൾ കൈ പിടിച്ച് നടത്തുന്നതായിരിക്കും. കൂടെ നടന്ന് നിങ്ങളെ ടെക്സ്റ്റുകൾ കവർ ചെയ്യുക വളരെ ഈസി. നിങ്ങൾ അഡിക്റ്റഡ് ആവും. ഈ നമ്മുടെ പല ടോപ്പേഴ്സുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം, ഒരു ഘട്ടം കഴിയുമ്പോൾ പഠനം അവർക്ക് ലഹരിയായിട്ട് മാറാറുണ്ട്. ഈ ടെക്സ്റ്റുകൾ എഴുതപ്പെട്ടുള്ള ആ രീതിയിലാണ് നമ്മളെ പിടിച്ചിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ലഹരി പിടിപ്പിക്കുന്ന രീതിയിലാണ് ബിപിൻ ചന്ദ്രയുടെ ഒക്കെ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത്. നമ്മൾ അഡിക്റ്റഡ് ആയിപ്പോ അത് നല്ലൊരു അഡിക്ഷൻ ആണ്. അതിൽ നമുക്ക് ഇഷ്ടംപോലെ മാർക്കും കിട്ടും, ലൈഫ് സെറ്റ് ആക്കാനുള്ള റാങ്കും കിട്ടും. ഓക്കെ. അപ്പൊ ടെക്സ്റ്റുകളുടെ കാര്യം നമുക്ക് നോക്കാം. ഓരോരോ ടെക്സ്റ്റുകൾ ഓരോ സബ്ജക്റ്റിന് ഏതാന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് കഴിഞ്ഞ തഹസിൽദാർ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഒന്നുകൂടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഈ ചോദ്യം അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലെ? തഹസിൽദാർ സൂപ്രണ്ട് വലിയ ഒരു ഗസറ്റഡ് റാങ്കിലേക്കുള്ള പരീക്ഷയാണ്, നല്ല ഡിഫിക്കൽട്ട്. ഇത് PSC ചോദ്യമാണ്. ഇതൊക്കെ നമ്മുടെ ബിപിൻ ചന്ദ്ര എന്ന് പറയുന്ന ഹിസ്റ്ററി ടെക്സ്റ്റിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള. ഉദാഹരണത്തിന് നോക്കി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ചോദ്യം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയുള്ളതായിരുന്നു. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഗവൺമെന്റ് വളരെ ബിനവലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മര്യാദയോടുകൂടിയും വളരെ കനിവോടുകൂടിയുമാണ്. ബിനവലന്റ് ഫസാഡ്, ഗവൺമെന്റ് ഡെമോൺസ്ട്രേറ്റ് ദർ ബിനവലന്റ് ഫസാഡ് മീൻസ് ഒരു വീടിന്റെ പൂമുഖം എന്നൊക്കെ പറയത്തില്ല, മുൻഭാഗം. ഗവൺമെന്റ് അവരുടെ അതിവിനയാനുതമായ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തോടുകൂടിയുള്ള അവരുടെ ആ പൂമുഖത്തേക്ക് എല്ലാവരും സ്വീകരിച്ചിരുത്തി എല്ലാവരെയും ഭയങ്കര ഡീസന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പറയുന്നത് അല്ലെ, സിമ്പത്തറ്റിക്കലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പറയുന്നത്. സിവിൽ ഡിസോബീഡിയൻസ് സമയത്ത് എല്ലാവരും അടിച്ചമർത്തുമല്ലായിരുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എവിടുന്നാ വന്നത്? ബിപിൻ ചന്ദ്രയുടെ ചാപ്റ്റർ 22 എന്ന ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് കണ്ടോ? അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗവൺമെന്റ് ഡെമോൺസ്ട്രേറ്റഡ് ദ ഫോഴ്സ് ദാറ്റ് ലേഡ് ബിഹൈൻഡ് ദർ ബിനവലന്റ് ഫസാഡ്. അതായത് അവരുടെ ആ ഒരു മനോഹരമായ ഒരു എന്താ പറയാ
പൊയ്മുഖം ഉണ്ടല്ലോ, പൂമുഖം എന്നൊക്കെ പറയുന്ന പോലെ, അതിന്റെ പിറകിലുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ശക്തിയാണ്, അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ അടിച്ചമർത്തുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്ന് വിപിൻ ചന്ദ്രന്റെ ഒബ്സർവേഷൻ ആണ്. ഇതിൽ നിന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. ഇതൊരു സൂചനയാണ്, ഭാവിയിലെ ചോദ്യങ്ങൾ എവിടുന്ന വരുന്നുള്ള സൂചനയാണിത്. ഇവിടുന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഈ ടെക്സ്റ്റിൽ കൂടെ നിങ്ങളെ കടത്തിവിടും. കാര്യം ഇത് ഒരു നോവൽ എഴുതുന്ന പോലെ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ്. നമ്മൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വായിച്ച് തീർക്കാതെ അടച്ചു വെക്കത്തില്ല. സ്റ്റാർട്ടിങ് ട്രിബിളേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഒന്ന് കഷ്ടപ്പെടാൻ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ആയിട്ട് വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ് ട്രിബിൾ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇതൊരു ഓട്ടോ പൈലറ്റിൽ കാര്യങ്ങൾ പൊക്കോളൂ. അപ്പോഴാണ് നമുക്ക് ബുക്ക് ലിസ്റ്റിനെ പറ്റി സംസാരിക്കേണ്ടത്. ബുക്ക് ലിസ്റ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം, ഏതൊക്കെ പുസ്തകങ്ങൾ വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വാങ്ങിച്ചു വെച്ചോ. റാങ്ക് ഫയലിൽ നിന്ന് ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ചാപ്റ്ററിന്റെ ലിസ്റ്റും ടെക്സ്റ്റിന്റെ ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് തരും. അതാണ് നമുക്ക് ഒഫീഷ്യലി നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് വായിച്ചു തീർക്കാനുള്ള ചില ടെക്സ്റ്റുകൾ ഞങ്ങൾ തരും. അത് വലിയ ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റുകളൊന്നുമല്ല, വളരെ ബാലരമയൊക്കെ പോലെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നിങ്ങൾ ആ ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് അതിന്റെയൊക്കെ പോയിന്റ്സ് കിട്ടും. പക്ഷെ ടെക്സ്റ്റ് വായിച്ചിട്ട് വരികയാണെങ്കിൽ നല്ലൊരു അടിത്തറ കിട്ടും. ആ അടിത്തറ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പിക്ക് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ബുക്ക് ലിസ്റ്റിനെ പറ്റി വിശാലമായിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. UPSCയിലെയും PSCയിലെയും ബുക്സ് വെച്ചാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ക്ലാസ് നോട്ട്സും ആ രീതിയിലായിരിക്കും. കാര്യം ഇപ്പോഴും റാങ്ക് ഫയലിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനോടൊപ്പം നമ്മൾ അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്കുകളും വായിക്കണം. അതാണ് PSC ഫാക്ടുകളും പഠിക്കണം, അഡീഷണൽ ബുക്സും പഠിക്കണം. ഞാനിപ്പം PSC ബുള്ളറ്റിന്റെ 25,000 ചോദ്യങ്ങളുടെ ഒരു ബുക്ക് ഇപ്പൊ റിവിഷൻ തുടങ്ങിയല്ലോ. ഞാൻ അത് വാങ്ങിച്ചിട്ട് ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇങ്ങനെ ചോദ്യങ്ങൾ വരും. അടിപൊളി ടെക്സ്റ്റ് ആണത്. കാര്യം ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. നമ്മൾ എൻജോയ് ചെയ്തങ്ങ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോഴും PSCയുടെ കൺവെൻഷണൽ ഫാക്ടിന് ചോദ്യങ്ങൾ വരും. അതിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെ, ബിപിൻ ചന്ദ്രയുടെയും സ്പെക്ട്രത്തിന്റെ ഹിസ്റ്ററി ടെക്സ്റ്റ്, കേരള ഹിസ്റ്ററി ചോദ്യങ്ങളൊക്കെ ശ്രീധര മേനോൻ സാറിന്റെ പുസ്തകത്തിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷന് ലക്ഷ്മികാന്ത്, എൻവയോൺമെന്റിന് ശങ്കർ IAS പുസ്തകം വായിക്കാം. എക്കണോമിക്ക് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ശ്രീറാം IAS ആണ്. നിങ്ങൾക്ക് ശങ്കർ ഗണേശിന്റെ പുസ്തകവും വായിക്കാം. അത് കുറച്ചും കൂടി എന്താ പറയാ പെട്ടെന്ന് വായിച്ച് തീരുന്ന ഒരു പുസ്തകമാണ് ശങ്കർ IAS സോറി ഗണേഷ് സിംഗിന്റെ. ഓക്കെ, ഞാൻ Q&A ലാസ്റ്റ് എടുക്കാം കേട്ടോ. എന്നിട്ട് ജോഗ്രഫിക്ക് ഒരു അറ്റ്ലസ് വേണം. സയൻസ് ആൻഡ് ടെക്നോളജിക്കും വേൾഡ് ഹിസ്റ്ററിക്കും ഒന്നും പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നുമില്ല. ഞങ്ങൾ നോട്ട്സ് ഒക്കെ പഠിച്ചാൽ മതി. വേൾഡ് ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അടിപൊളി ക്ലാസ് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാര്യം ഒരു 8 or 10 പുസ്തകങ്ങളിൽ നിന്നുള്ള നോട്ട്സും കണ്ടന്റും യൂട്യൂബിൽ നിന്നുള്ള കണ്ടന്റും ഒക്കെ വെച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വേൾഡ് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ റെസ്റ്റ് അഷ്വേർഡ് വേൾഡ് ഹിസ്റ്ററി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുക വേണ്ട. സോ കോൾഡ് ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനിയാണ് നമുക്ക് റിവിഷനെ പറ്റി സംസാരിക്കാനുള്ളത്. ഡെയിലി റിവിഷൻ നടത്തണം, വീക്ക്ലി റിവിഷൻ നടത്തണം, മന്ത്ലി റിവിഷൻ നടത്തണം. ഇത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ സിലബസ് ഫിനിഷ് ആവുന്നത് പോലെ റിവിഷൻ ക്ലാസ്സസ് ഞാൻ തരും. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം. റിവിഷൻ ക്ലാസ്സസ് നമ്മുടെ എല്ലാ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷെ അതിന് മുമ്പായിട്ട് ഡെയിലി റിവിഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടെ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ബിക്കം അൺബീറ്റബിൾ. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറും. വീക്ക്ലി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് സീരീസ് അല്ല, വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കംപ്ലീറ്റ് മെന്റർഷിപ്പ് സപ്പോർട്ടും സ്ട്രെസ് മാനേജ്മെന്റിന്റെ ക്ലാസ്സസും ഈ പറയുന്ന മലയാളം മീഡിയത്തിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റുഡൻസ് നമ്മൾ പ്രത്യേക അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. കാര്യം അവർക്ക് പെട്ടെന്ന് ഇംഗ്ലീഷിലെ മെറ്റീരിയൽസ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും. അത് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷനും കെയറും ഒക്കെ നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ എങ്ങനെ വായിച്ച് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങും PDF നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് ടൈമിംഗ് വൈകിട്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. വൈകിട്ടായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിന് ടൈമിംഗ് കിട്ടുക. ലൈവ് ക്ലാസ്സസ് നമ്മൾ വൈകിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് വഴിയാണ് സിലബസ് കവർ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ഈവനിങ്ങിൽ തന്നെ ഈ ക്ലാസ്സസ് എല്ലാം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാരുണ്ട്, പിന്നീട് വർക്കിംഗ് കാൻഡിഡേറ്റ്സ്, ഈ 2 ആൾക്കാരെയുമാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ആൾക്കാർ. ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കേണ്ടെന്നല്ല പറയുന്നത്. ബാക്കിയുള്ളവർക്ക് സമയം, ടൈം എന്നൊന്ന് ലക്ഷറി ഉണ്ട്. ഈ കാറ്റഗറിക്ക് ആ ഒരു ലക്ഷറി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാ ബാച്ചിലും
വീട്ടമ്മമാരും വർക്കിംഗ് ക്യാൻഡിഡേറ്റ്സ്, ഈ രണ്ടു പേർക്ക് നമുക്ക് വളരെ ഡിയർ ആൻഡ് നിയർ ആണ്, സ്പെഷ്യൽ ആണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവർക്ക് പ്രയോറിറ്റി ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അവർക്കൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നീട് ഇതൊരു ഇറ്റ്സ് ലൈക്ക് എ കമ്മ്യൂണിറ്റി. നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അക്കാഡമിയോ ഒരു കോർപ്പറേറ്റോ ഒന്നും അല്ല. ഈ ബാച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് ഡിമാൻഡിന്റെ ഭാഗമായിട്ടാണ്. ഒരു 1 ഇയർ ബാച്ച് വേണമെന്ന് പറഞ്ഞു, അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഇതൊരു കൈൻഡ് ഓഫ് എ ഫാമിലി. അപ്പൊ ആ ഒരു സ്പിരിറ്റിൽ നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് പങ്കാളികളാവുക. ഇപ്പം ഓരോ ക്ലാസ് കഴിയുമ്പോഴും എനിക്ക് പുതിയ പുതിയ കുറെ ഇൻഫർമേഷൻ സ്റ്റുഡൻസ് പറഞ്ഞു തരാറുണ്ട്. ഓരോ ക്ലാസ്സും എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് എക്കോസിസ്റ്റം ആണ് അനുദീപ് ബ്ലോഗ്സ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയാ, നിങ്ങൾ ഒത്തിരി പഠിപ്പിക്കുന്ന ഒരു കോച്ചിങ് സെന്റർ പോലെ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യരുത്. കൊളാബറേറ്റീവ് ലേണിംഗ് എക്കോസിസ്റ്റം ആണ്. നിങ്ങൾക്ക് കോച്ചിങ് സെന്ററിൽ നിന്ന് കിട്ടുന്നതല്ല ഇവിടുന്ന് കിട്ടും, അത് സത്യമാണ്. സ്റ്റിൽ ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഡേറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ചോദ്യം, ഇപ്പൊ നമ്മുടെ എല്ലാ ബാച്ചിലും സ്റ്റുഡൻസ് മോക്ക് ടെസ്റ്റ് അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്, നമ്മൾ ടെലിഗ്രാം ചാനലിൽ കാണുന്ന പോലെ. കാര്യം ഒരാളൊരു ചോദ്യം ക്രിയേറ്റ് ചെയ്ത് അത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അയാളുടെ നോളജ് അവിടെ ഭയങ്കരമായിട്ട് കൂടുക. അവൻ അത് ജന്മം മറക്കത്തില്ല ആ ചോദ്യം. ആ ചോദ്യം ചെയ്യുന്ന സ്റ്റുഡൻസിനോ അവർക്കത് ബെനിഫിറ്റ് ആണ്. സോ ഇവിടെ എല്ലാം ഷെയറിങ് ആൻഡ് കെയറിങ് ആണ്. നിങ്ങൾക്കും ആ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടാവാം. ജസ്റ്റ് വരിക, പഠിക്കുക, പോകുന്നത് മാത്രമല്ല. കൈൻഡ് ഓഫ് എ ഫാമിലി. ആ ഒരു ഫാമിലിയുടെ ഒരു സ്പിരിറ്റിൽ തന്നെ എല്ലാവരും ബിഹേവ് ചെയ്യുക. ആ ഒരു സ്പിരിറ്റിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോകുക. ഒരു വർഷം നമുക്ക് തന്നെ ഒരുമിച്ച് കാണും. അതിനുശേഷവും നമ്മളെല്ലാം ഇവിടെ തന്നെ കാണും കേട്ടോ. ഒരു വർഷം ജസ്റ്റ് ഒരു ഫോർമൽ ടൈം പീരീഡ് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ബോണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് മറക്കണ്ട. ദ മോർ യു സ്വെറ്റ് ഇൻ പീസ്, ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. ഈ ഒരു വർഷക്കാലം സമാധാനത്തിന്റെ പീരീഡ് ആണ്. ഡിഗ്രിയിലുള്ള എക്സാംസിന് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്നെങ്കിൽ യു വിൽ ബ്ലീഡ് ഔട്ട്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ പഠിച്ച് തീർക്കുക. നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ റിവിഷൻ ആയിരിക്കണം. പിന്നെ യുദ്ധഭൂമിയാണ്. പട്ടാളക്കാരെ പോലെ യുദ്ധഭൂമിയിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യുക. പിന്നെ റിവിഷന്റെ സമയമാണ്. നമ്മൾ കഴിഞ്ഞ ബാച്ചസ് നമ്മൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബാച്ചും അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. തിരുന്ന ക്ലാസ്സസ് പഠിക്കുക, ക്ലാസ് നോട്ട്സുകൾ പഠിക്കുക, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ എഴുതുക, കൃത്യമായിട്ട് മെന്റർഷിപ്പ് അറ്റൻഡ് ചെയ്യുക, എല്ലാ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസ് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഡിഗ്രി ലെവൽ എക്സാംസ് സെറ്റ് ആക്കാം. എങ്ങനെ ഈ ബാച്ചിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് KS-ന്റെയും ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയും ഒരു ബാച്ചാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ. ഇതുവരെ കേരള PSC-യിൽ ഇത്രയും ഒരു ചീപ്പ് റേറ്റിൽ KS-ന്റെ പ്രിലിംസ് കം മെയിൻ സിലബസ്, അത് ഇന്റർവ്യൂവും കവേർഡ് ആണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലെ പ്രിലിംസിന്റെ സിലബസും കവർ ചെയ്യുന്ന ഒരു ബാച്ച് ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് തന്നെ സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സോ താങ്ക്സ് ടു ഓൾ. നമുക്ക് ഈ ഒരു ബാച്ച് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ.